കൊല്ലത്ത് ഡ്രൈവർ മദ്യലഹരിയിൽ ഓടിച്ച ടൂറിസ്റ്റ് ബസ് അപകടത്തിൽപ്പെട്ടു എന്നൊരു വാർത്ത വരുന്നു. വെട്രി ട്രാവൽസിന്റെ ഡ്രൈവർ അബ്ദുൾ അസീസാണ് മദ്യപിച്ച് വാഹനം ഓടിച്ചത്. 15ഓളം പേർ ബസ്സിലുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഞങ്ങൾ ഫ്രണ്ട്സുമായിട്ട് തെങ്കാശി വരെ വന്നതാണ്. തെങ്കാശിയിൽ നമ്മൾ ആര്യങ്കാവിനും തെന്മലയ്ക്കും ഇടയ്ക്ക് വെച്ച് നമ്മൾ ഈ വാഹനം വിട്ട് കയറി വരുന്ന കണ്ടായിരുന്നു. റോങ് സൈഡിൽ വണ്ടി വരുന്ന കണ്ടുകൊണ്ട് നമ്മൾ മാക്സിമം വെട്ടി നമ്മൾ റോഡിന് വെളിയിൽ ഇറക്കി. റോഡിന് ഒതുക്കി നിർത്തി വണ്ടി അങ്ങ് നിർത്തി വെച്ചു. ഇവന്മാർ വളവ് വീശി വന്ന് നമ്മളെ മൊത്തത്തിൽ ചേർത്ത് വെച്ചു, ഉരച്ചിട്ട് ഇവൻ തലയെടുത്ത് വെളിയിലിട്ട് നോക്കിയിട്ട് ഇവൻ വണ്ടി വിട്ടേ കളഞ്ഞു. അത്രയും കയറ്റമായിട്ട് ഇവൻ ഫസ്റ്റ് ഗിയർ തന്നിട്ട് കൊളുത്തിയ വണ്ടി അറിഞ്ഞു. അപ്പോൾ തന്നെ ഞങ്ങൾ നിർത്തി, നമ്മളതിൻ്റെ പുറകെ പോയി. ജംഗ്ഷൻ ഇടത്ത് ഇവന്മാരെ തടഞ്ഞു നിർത്തി. ഇവന്മാരെ കണ്ടു. ഇവിടെ വെളിയിറങ്ങി ഇവനോട് ചോദിച്ചപ്പോൾ ഇവൻ അറിയത്തില്ലെന്ന് പറഞ്ഞു. വെളിയിറങ്ങി ഇവനെ നോക്കുന്ന സമയത്ത് ഇവനെ ഊതിക്കാൻ പറഞ്ഞു. ഊതിച്ച സമയത്ത് ഇവൻ ഭയങ്കരമായിട്ട് മദ്യപിച്ചിട്ടുണ്ട്. കാല് പോലും നിലത്തുറയ്ക്കുന്നില്ല. സ്റ്റുഡൻസ് ഉൾപ്പെടെ 19 പേരെയും കൊണ്ട് പോകുന്ന ബസ്സാണ്. അത് ഇവിടുന്ന് ചെന്നൈക്ക് പോകുന്ന ബസ്സാണ്. ഇത്ര ആൾക്കാരെയും നിർത്തിക്കൊണ്ടാണ് ഇവൻ ഈ പരിപാടിയും കാണിച്ചതിലെ വണ്ടി ഓടിക്കുന്നത്. ഒരു നിയമ നടപടിയില്ല, ഒന്നുമില്ല. സൂര്യഗായത്രി കൊല്ലത്ത് നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സൂര്യഗായത്രി, ആളപായമൊന്നും ഇല്ല എന്നുള്ളത് ആശ്വാസകരമായ ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ ഈ ഡ്രൈവർക്കെതിരെയാണല്ലോ എല്ലാവരും സംസാരിക്കുന്നത്. എന്താണ് ഇതിന്റെ സത്യാവസ്ഥ? അമൃത പ്രജൻ, കൊല്ലത്ത് നിന്നും ചെന്നൈയിലേക്കായിരുന്നു ഈ അപകട യാത്ര എന്നുള്ളതാണ്. സ്വകാര്യ ടൂറിസ്റ്റ് ബസ് ഡ്രൈവർ മദ്യപിച്ച് അപകടമുണ്ടാക്കി എന്നുള്ളതാണ് പരാതി. വെട്രി ട്രാവൽസിന്റെ ഡ്രൈവർ അബ്ദുൾ അസീസാണ് മദ്യപിച്ച് വാഹനം ഓടിച്ചത്. ഈ അപകടം ഈ ബസ് വരുന്ന വഴിക്കൊരു കാറിനെ അപകടത്തിൽപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതിന്റെ ഡ്രൈവർമാരാണ് ഈ സംസാരിച്ചത്. ആ കാറിലെ ഡ്രൈവർമാർ പിന്നീട് ഈ ബസ്സിനെ ഓവർടേക്ക് ചെയ്ത് ബസ് നിർത്തിപ്പിക്കുകയായിരുന്നു. ആ സമയത്താണ് മദ്യപിച്ച് നേരെ നിൽക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് ഡ്രൈവർ എന്നുള്ള കാര്യം അറിയുന്നത്. അതേ തുടർന്ന് ബസ് അവിടെ നിർത്തിപ്പിച്ച് യാത്രക്കാരെ മുഴുവനായിട്ടും പുറത്തിറക്കുന്നു. ഏകദേശം 19ഓളം യാത്രക്കാർ ആ ബസ്സിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. ബസ്സിൽ പേടിച്ചാണ് ഇരുന്നിരുന്നതെന്ന് യാത്രക്കാർ തന്നെ പറയുന്നുണ്ട്. പല സമയങ്ങളിലും അപകടമായ വിധമാണ് ഈ ഡ്രൈവർ ബസ് ഓടിച്ചത് എന്നുള്ളതാണ് പറയുന്നത്. ആര്യങ്കാവ് ചെക്ക് പോസ്റ്റിന്റെ സമീപത്ത് വെച്ചാണ് ഈ ഒരു അപകടം നടക്കുന്നത്. നമുക്കറിയാം, നിരവധി ചരക്ക് ലോറികൾ ഇറങ്ങി വരുന്ന ഒരു റോഡാണ്. അശ്രദ്ധമായി, ഒരു ചെറിയ അശ്രദ്ധ മതി വലിയ അപകടം വരുത്തി വെക്കാവുന്ന ഒരു പാതയോരം കൂടിയാണ്. ആ സമയത്താണ് ഈ മദ്യപിച്ച് ലെക്കുകെട്ട അവസ്ഥയിൽ ഈ ബസ് ഓടിച്ചത് എന്നുള്ളതാണ്. നിലവിൽ എന്തായാലും ബസ് പിടിച്ചിട്ടിരിക്കുകയാണ്. ഡ്രൈവറെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഡ്രൈവർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നുള്ളതാണ് തെന്മല പോലീസ് അറിയിച്ചിരിക്കുന്നത്. മറ്റൊരു പുതിയ ഡ്രൈവർ വരുന്നത് വരെ ഈ യാത്രക്കാരും കാത്തിരിക്കുകയാണെന്നുള്ളതാണ്. പുതിയ ഡ്രൈവർ വന്നതിന് ശേഷം മാത്രമേ ഈ ബസ് എടുക്കാൻ അനുവദിക്കുകയുള്ളൂ എന്നുള്ളതാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. കാരണം ഇയാളെ കൊണ്ട് ഈ ബസ് എടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അത്രത്തോളം ഉള്ള അവശ്യ നിലയിലാണ് ഈ ഡ്രൈവർ ഉള്ളത് എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. വ്യക്തമാണ്. സൂര്യഗായത്രിയാണ് കൊല്ലത്തുനിന്ന് വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും ഇപ്പോഴും യാത്രക്കാർ പെരുവഴിയിലാണ് എന്നുള്ളതാണ്. ഇനി മറ്റൊരു ഡ്രൈവർ വന്നിട്ട് വേണം അവരെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കാൻ എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.